രക്തദാനത്തിൽ മക്കൾ മാതാപിതാക്കൾക്ക് മാതൃകയാവുകയാണെന്ന് പാലാ ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം പറഞ്ഞു. ഈരാറ്റുപേട്ട മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മെഗാ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂളിലെ വിദ്യാർത്ഥികൾ അവരുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൊണ്ടുവന്ന് നടത്തിയതായിരുന്നു ഈ മെഗാ രക്തദാന ക്യാമ്പ്. സന്നദ്ധ രക്തദാന രംഗത്ത് സംസ്ഥാനത്തെ തന്നെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സ്കൂളുകളിൽ ഒന്നാണ് ഈരാറ്റുപേട്ട മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളെന്നും ഷിബു തെക്കേമറ്റം പറഞ്ഞു. ഈരാറ്റുപേട്ട മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS ഗൈഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ പാലാ ബ്ലഡ് ഫോറത്തിന്റെയും അരുവിത്ര ലയൺസ് ക്ലബിന്റെയും HDFC ബാങ്കിന്റെയും സഹകരണത്തോടെ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ താഹിറ PP അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കൗൺസിലർ PM അബ്ദുൽ ഖാദർ മുഖ്യ പ്രഭാഷണവും ലയൺസ് ക്ലബ് ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം രക്തദാന സന്ദേശവും നടത്തി. HDFC ബാങ്ക് മാനേജർ പ്രദീപ് ജിനാഥ്, അരുവിത്ര ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് പരവരാഗത്ത്, സ്റ്റാഫ് സെക്രട്ടറി ജൂബിമോൾ, NSS പ്രോഗ്രാം ഓഫീസർ അമ്പളി ഗോപൻ, ഗൈഡ് ക്യാപ്റ്റൻ സജന സഫ്രു, മുഹമ്മദ് റാഫി, സിസ്റ്റർ അനലിറ്റ് SH, ഡോക്ടർ മിഷ എന്നിവർ പ്രസംഗിച്ചു. ക്യാമ്പിൽ 50ഓളം പേർ രക്തം ദാനം ചെയ്തു. ലയൺസ് SH മെഡിക്കൽ സെന്റർ ബ്ലഡ് ബാങ്ക് കോട്ടയമാണ് ക്യാമ്പ് നയിച്ചത്. വോളണ്ടിയർ ലീഡർമാരായ സാജിയ സജീർ, മുഫീദ VM എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മഹാദാനം എന്നാണല്ലോ. ഈ മഹാസംരംഭത്തിന് എല്ലാ ആശംസകളും നേരുന്നു. രക്തദാനം എന്ന് പറയുന്നത് ഭൂമിയിൽ ഒരു മനുഷ്യനോട് കാണിക്കാവുന്ന കരുണയിൽ ഏറ്റവും മഹത്തരമായ ഒന്നാണെന്ന്. അപ്പൊ അതുപോലെ തന്നെ അതിനെ കണ്ട് എല്ലാ വോളണ്ടിയേഴ്സും അതിനുവേണ്ടി അണിനിരന്നിരിക്കുകയാണ്. ഇപ്പോ ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം പറയുക എന്നാണ് എന്റെ കർത്തവ്യം. രക്തദാനം, മഹാദാനം നമുക്കറിയാം. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് ഏറ്റവും മഹത്തായ ഒരു കർമ്മമാണ് രക്തദാനം. അതില് ഈരാറ്റുപേട്ട മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയേഴ്സ് മറ്റ് ആൾക്കാരുമായി SH മോണ്ടും അതുപോലെ തന്നെ മറ്റുള്ളവരുമായി സംഘടിപ്പിച്ച രക്തദാനം എന്ന കർമ്മത്തിൽ ഒടുങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. കാരണം രക്തദാനം എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് സമയം പറയും. രാവിലെ സമയം 12 മുതൽ തീർക്കണം, അതുവരെ ഒരു ബ്ലഡ് എടുക്കുകയുള്ളൂ. ഇപ്പൊ ഏതാണ്ട് സമയം 10 മണി കഴിഞ്ഞു. കാരണം അബ്ദുൽ ഖാദർ കാക്കായും ഷിബു സാറും നമുക്ക് വളരെ ഉദാഹരണങ്ങളാണ്. രക്തദാനത്തിന് വളരെയധികം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന 2 വ്യക്തിത്വങ്ങളാണ്. അപ്പൊ അവരുള്ളപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഈ രക്തദാന ചടങ്ങ് വളരെ ഭംഗിയായി നടക്കട്ടെ. ഇതിൽ സഹകരിക്കുകയും വരികയും ചെയ്തവരും മെഡിക്കൽ ടീമിനെയും അവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മഹാദാനം നമ്മൾ മുൻപ് പ്രസംഗിച്ച 2 പേരും രക്തദാനം ചെയ്യണം, ജീവൻ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഈ രക്തദാനം സംബന്ധിച്ച് ചില മോട്ടിവേഷൻ, നിങ്ങൾക്ക് പെൺകുഞ്ഞുങ്ങളല്ല, അപ്പൊ ഈ രക്തം ശ്രദ്ധിച്ചാലേ പറയുള്ളൂ. ആർക്കൊക്കെ ദാനം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ആദ്യം 2 വാക്ക് പറയുക. 18 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള, ആരോഗ്യമുള്ള, സാംക്രമിക രോഗങ്ങളില്ലാത്ത, മഞ്ഞപ്പിത്തം പോലെ അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളില്ലാത്ത വരാത്ത ആളുകൾക്ക് രക്തം ദാനം ചെയ്യാൻ കഴിയുന്നത്. ഒരു സമയം 300 മില്ലി ബ്ലഡാണ് നമ്മുടെ ശരീരത്തിൽ. 300 മില്ലി ലിറ്റർ. ഈ 300 മില്ലി വെള്ളം എടുക്കുമ്പോൾ നമ്മളൊരു കിണറ്റിന് ഒരു ബക്കറ്റ് വെള്ളം കോരുമ്പോൾ അത്രയും വെള്ളം തന്നെ കിണറ്റിൽ വന്നിരിക്കും. അത് ദൈവത്തിന്റെ തീരുമാനമാണ്, നിയമമാണ്. 300 മില്ലി ലിറ്റർ രക്തം എടുക്കുമ്പോൾ തന്നെ അത്രയും രക്തം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. പിന്നെ പിറ്റേന്ന് കൊടുക്കാൻ പറ്റുന്ന കൊടുക്കത്തില്ല. രക്തദാനം നല്ല ആരോഗ്യമുള്ള ആളുകൾക്ക് 2 മാസവും സാധാരണയായി 3 മാസവും ഉള്ള ആളുകൾക്ക് രക്തം ദാനം ചെയ്യും. അസുഖത്തിന്റെ ലക്ഷണം കണ്ടെങ്കിൽ നിങ്ങളോട് ബ്ലഡ് ബാങ്കിൽ തന്നെ അവരെ പേഴ്സണലായിട്ട് വിളിച്ച് നിങ്ങളൊരു ഡോക്ടറെ കാണണം, അല്ലെങ്കിൽ നിങ്ങളൊരു ആശുപത്രിയിൽ പോയി ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങളോട് തന്നെ നിർദ്ദേശിക്കും. അങ്ങനെ ഒരു സ്വയം ഹെൽത്ത് ചെക്കപ്പാണ് ഇതിലൂടെ സാധ്യമാകുന്നത്. ദൈവാനുഗ്രഹത്താൽ 125 തവണ എനിക്ക് ഇതുവരെ രക്തം ദാനം ചെയ്യാൻ വേണ്ടി സാധിച്ചു.
അപ്പോൾ തുറന്നും ഈ രംഗത്ത് പ്രവർത്തിക്കാനാണ് എൻ്റെ ഇഷ്ടം. അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയെ എന്നെ കൂടി ഓർക്കണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. ഈ ഈരാറ്റുപേട്ട മുസ്ലിം ഗേൾസിനെ സ്കൂളിനെ സംബന്ധിച്ച് പറയാതിരിക്കാൻ പറ്റുകയില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് തുടർച്ചയായിട്ട് ബ്ലഡ് ഡൊണേഷൻ നടക്കുന്ന ഒരു വനിതാ സ്കൂള്, അതാണ് പെൺകുട്ടികളുടെ സ്കൂള് എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ തന്നെ വളരെ ചുരുക്കം സ്കൂളുകൾ മാത്രമേ കാണുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയം. തീർച്ചയായും ഈ ഒരു ഗേൾസ് ഹൈസ്കൂളില് ഇങ്ങനെ ഒരു നല്ല പ്രോഗ്രാം നടക്കുന്നു എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് ഇന്ന് തീരുമാനിച്ചാണ് ഷിബു സാർ എന്നെ വിളിക്കുകയും അതനുസരിച്ച് ഞങ്ങൾ അരുവിത്ര ലയൺസ് ക്ലബ് ഇതിനകത്ത് പങ്കാളിയാകുകയും ഡിസ്ട്രിക്ട് റീവണൈറ്റ് ബിയും ഇതിനകത്ത് പങ്കാളിയാകാൻ തീർച്ചയായിട്ടും സാധിച്ചത്. ഇത്രയും നല്ല രീതിയിൽ ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്ന ഈ മുസ്ലിം ഗേൾസ് ഹൈസ്കൂളിനെ ലയൺസ് ഡിസ്ട്രിക്ട് റീവണൈറ്റ് ബിയുടെ പേരിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ലയൺസ് ഡിസ്ട്രിക്ട് റീവണൈറ്റ് ബിയും ഈ ഒരു സ്കൂളിൽ വരുന്നതിന് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. മോട്ടിവേഷൻ ക്ലാസുകൾ, ലഹരി വിരുദ്ധ ക്ലാസുകൾ, അതുപോലെ തന്നെ കുട്ടികളുടെ ഫോണിന്റെ ദുരുപയോഗം തടയുന്നതിനുള്ള ക്ലാസുകൾ, അതുപോലെ കുട്ടികൾക്കുള്ള പീസ് പോസ്റ്റർ കോൺടെസ്റ്റ്, ലയൺസ് പോസ്റ്റ്, ഇങ്ങനെയുള്ള ഒത്തിരി പ്രോഗ്രാമുകൾ ലയൺസുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഉണ്ട്. ഇനിഷ്യേറ്റീവ് എടുത്ത എല്ലാ വോളണ്ടിയേഴ്സിനും സ്കൂളിനും ബാങ്കിന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. താങ്ക് യു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. രക്തദാനം ചെയ്യുന്നതിനുള്ള ഗുണങ്ങളും അതിനുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഇവിടെ സംസാരിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ രക്തദാനം ചെയ്യാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് അരുവിത്ര ലയൺസ് ക്ലബിന്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ലയൺസ്. എത്തിയവർക്കും എല്ലാവർക്കും NSS വോളണ്ടിയേഴ്സിന്റെയും എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു.